ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൃഷ്ണകുമാർ, ദിയ കൃഷ്ണ, ഓബയോസി. രാവിലെ തൊട്ടിട്ട് നമ്മുടെ ന്യൂസ് മൊത്തത്തിൽ കൊണ്ടുപോയേക്കുന്നത് അവരാണ്. ഹോട്ട് ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്കത്തെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓബയോസിയിൽ. പൈസ തട്ടിച്ചു എന്നുള്ളതാണ് കേസ്. 69 ലക്ഷം രൂപയുടെ അടുത്താണ് തട്ടിച്ചിരിക്കുന്നത് പൈസ എന്നാണ് നമ്മൾ അറിയുന്നത്. എങ്ങനെയാണ് കറക്റ്റ് ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും ന്യൂസിലേക്ക് പോവാം. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകുന്ന കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളായി KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആദ്യം കൃഷ്ണകുമാർ പരാതി നൽകുന്നു. മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവരെ പറ്റിച്ചു എന്ന പരാതി. പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരികൾ പരാതി കൊടുക്കുന്നു. കൗണ്ടർ കേസാണോ? എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? അതൊരു കൗണ്ടർ കേസ് തന്നെയാണ്. നമ്മൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഈ കവടിയാറിൽ ഓബയോസി എന്നുള്ള പേരിൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ QR കോഡ്, ആ സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന രീതിയിലേക്ക് അത് തിരിമറി നടത്തുകയായിരുന്നു. അത് ഓഡിറ്റിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 69 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ഇതുവരെ കൃഷ്ണകുമാർ വിളിച്ചു വരുത്തുന്നു, ആ ചർച്ച നടത്തുന്നു. അവർ ആ തെറ്റ് സംഭവിച്ചു എന്നാണ് കൃഷ്ണകുമാർ നമ്മോട് പറഞ്ഞത്. പക്ഷേ തെറ്റ് സംഭവിച്ചപ്പോൾ ഇത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ 8 ലക്ഷം രൂപ കൈമാറി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ബാക്കി പണം പിന്നാലെ തരാം, പക്ഷേ നിങ്ങൾ കേസ് കൊടുക്കരുത് ഈ 3 വനിതാ ജീവനക്കാരികളും ഒപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും പറഞ്ഞു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ തിരികെ പോയ അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും ന്യൂസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു. ആ പരാതിയിൽ ഈ ഒരു QR കോഡ് തട്ടിപ്പിൽ ഈ 3 വനിതാ ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത്. അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പണം ഞങ്ങളത് വാങ്ങിച്ചു, ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പം ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 69 ലക്ഷം രൂപയാണ് ഓബയോസിയിൽ നേരത്തെ ഉണ്ടായിരുന്ന 3 സ്റ്റാഫുകൾ ചേർന്ന് തട്ടിച്ചിരിക്കുന്നത്. ഏകദേശം അറൗണ്ട് ചെയ്യുമ്പോൾ 70 ലക്ഷം രൂപയുടെ സ്കാം നടന്നിരിക്കുകയാണ് ഓബയോസിയിൽ ആ ഒരു 9 മന്ത്സ് കാലയളവിൽ. ഒന്ന് ഓർത്ത് നോക്കുക, ഈ ഒരു 9 മാസത്തിനുള്ളിൽ ഈ 69 ലക്ഷം രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇവർ ഇതുവരെ കണക്കുകളൊന്നും ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ലേ എന്നുള്ളത്. അതായത് ദിയ കൃഷ്ണ ദിയ കൃഷ്ണ പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് സ്റ്റാഫുകളെ അത്രയ്ക്കധികം വിശ്വസിച്ചത് കൊണ്ടായിരിക്കാം മേ ബി ദിയക്ക് ഇങ്ങനെ ഒരു പണി ഇപ്പൊ കിട്ടിയേക്കുന്നത്. 69 ലക്ഷം രൂപ ഇത്തരത്തിൽ ജ്വല്ലറീസിന് കിട്ടാൻ വേണ്ടി, അത് ഗോൾഡും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ദിയ കൃഷ്ണയുടെ ആ ഒരു ഒബയോസി എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പീസിന് തന്നെ എങ്ങനെ പോയാലും ഒരു 1000 അല്ലെങ്കിൽ 1000 തൊട്ട് താഴെ അല്ലെ 1000 മുകളിൽ റേറ്റ് ഉള്ളതാണ്. അപ്പം ഇവർക്ക് സെയിം കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സ് ബൾക്കായിട്ട് ഓർഡർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് പുറത്തുനിന്നുള്ളൊരു ഇൻ്റർനാഷണൽ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരൊരു 10K അല്ലെങ്കിൽ 20K അടുത്ത് തന്നെ പർച്ചേസ് നടക്കാറുണ്ട്. അത് ഈ ഒബയോസിയുടെ പേജിൽ, ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ ചില സമയത്ത് വരാറുണ്ട്. ഒരു സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്, താങ്ക് യു ഫോർ പർച്ചേസിങ് ദിസ് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അങ്ങനെ വെക്കുമ്പോഴത്തേക്കും അങ്ങനെ അത്രയ്ക്ക് പ്രൊഡക്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആകുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഇത്തരത്തിലൊരു ടേൺ ഓവറും വരാൻ ചാൻസ് ഉണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം. എനിക്കും മകൾക്കും നമ്മുടെ കുടുംബത്തിലെ 6 പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം എല്ലാവരും ഞങ്ങൾ 6 പേരെയും ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉടനെ തന്നെ അപ്പം ഈ ഒരു കേസിൽ ഈ എതിർഭാഗത്തുള്ള ഇവരുടെ ഓൾഡ് സ്റ്റാഫ് കേസ് കൊടുത്തേക്കുന്നത് ആക്ച്വലി ഇവരുടെ ഫാമിലി മൊത്തത്തിലാണ്. അതായത് ഇവർ 6 മക്കള്, കൃഷ്ണകുമാറിന്റെ വൈഫ്, 4 മക്കള്, അങ്ങനെ മൊത്തത്തിൽ ആ ഫാമിലി ഫുള്ള് ഈ കേസിൽ ഇൻവോൾവ് ആവുന്ന രീതിക്കാണ് മറ്റേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കൗണ്ടർ കേസ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കുന്ന ഈ കേസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ കേസാണ്. അതായത് ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും ഇവർ സ്കാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തപ്പോഴത്തേക്കും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം ഇവരുടെ എല്ലാവരുടെയും പേരിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിക്കാണ് കേസ് കൊടുത്തേക്കുന്നത്. അപ്പം ദിയ തന്നെ ന്യൂസിൽ പറയുന്നുണ്ട്, ഈ ഒരു കേസ് വന്ന സമയത്ത് ഇവരെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ഫ്ലാറ്റിൽ സംസാരിച്ച സമയത്ത് സെക്യൂരിറ്റി അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇത്രയും ക്രൗഡും കാര്യങ്ങളും പറ്റത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ ഒരു ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഹാനയുടെ കാറിലേക്ക് 2 പേരെയും സിന്ധു കൃഷ്ണയുടെ കാറിലേക്ക് ഒരാളെയും കൂടി കയറ്റിയെന്നാണ് ദിയ പറഞ്ഞത്. അപ്പം അതിനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോക്കലാക്കി കേസ് കൊടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു വക്കീലിന്റെ ബുദ്ധിയാണ്. അത് കേൾക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാവും. ഒരു കൗണ്ടർ കേസ് ആകുമ്പോഴത്തേക്കും തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തുവാ ഇത് സിനിമയും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ, റിയൽ ലൈഫ് അല്ലേ. എത്രയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയവരെന്തായാലും വെറുതെ വിടുവോ? ബോധമുള്ളവർക്ക് ചിന്തിച്ചൂടെ? എന്തായാലും ഇവരുടെ കേസ് എടുത്തിരിക്കുന്ന വക്കീൽ അടിപൊളിയാ.
അത് നമുക്ക് ഇനി അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു കേസ് വരുന്നതിന് മുന്നേ, അതായത് ഈ കേസ് ഇപ്പോൾ പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സ്കാം അലേർട്ട് എന്നുള്ള രീതിക്ക് സൈഡിൽ വെക്കാം. അതായത് ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്നെ ഇതിനു മുന്നേ നിന്നിട്ടുണ്ടായിരുന്ന സ്റ്റാഫുകൾ ഇതേപോലെ ഒരു സ്കാം ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ നമ്പറിന് പകരം, അല്ലെങ്കിൽ എൻ്റെയോ എൻ്റെ ഷോപ്പിൻ്റെയോ പേരിന് പകരം അവരുടെ QR കോഡും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. കാര്യം എനിക്ക് ഇങ്ങനെ ഒരു രീതിക്ക് സ്കാം പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇനി വരുന്ന ആൾക്കാർക്കുള്ളൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് ഒബൈ ഓസി എന്ന് പറയുന്ന ഷോപ്പിൽ ദിയാകൃഷ്ണയുടെ പേരിലുള്ള QR ആണ് വെച്ചേക്കുന്നത്. അതിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവുള്ളൂ എന്നുള്ള രീതിക്ക് ഒരു അവയർനെസ്സും കൂടി ആ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ഈ 69 ലക്ഷം രൂപ, ഇത്രയും രൂപ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് ദിയ ഇത് അറിഞ്ഞില്ല എന്നുള്ളതിന്റെ ഒരു റീസൺ നമ്മുടെ കൃഷ്ണകുമാർ പറയുന്നുണ്ട് മീഡിയാസിനോട്. അത് ഞാൻ വെക്കാം. ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് സിക്നസ് ഉണ്ടാവും, പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഇവൾക്കും വീടും ആശുപത്രിയായിട്ട് ആദ്യത്തെ ഒരു 5 മാസം പോയ സമയത്ത് ഈ കുട്ടികളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇവരുടെ എല്ലാ പ്രോഗ്രാം നോക്കിയാൽ കുട്ടികളാണ് ഫോട്ടോയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഓഡിറ്ററിൻ്റെ അവിടെ നിന്നൊരു ഇത് വന്നു, ഒരു വേരിയേഷൻ കാണുന്നു. കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എനിക്ക് മെയ് 27 അവിടെ ചോദിക്കുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എത്ര ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും, നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഒരു കണ്ണ് വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 69 ലക്ഷം രൂപയുടെ സ്കാം അവിടെ നടക്കാൻ വേണ്ടി കാരണമായത് തന്നെ ദിയയ്ക്ക് വയ്യാതെ വന്നതും ദിയ പ്രഗ്നന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയതും കാര്യങ്ങളും ഒക്കെയാണ്. ആ സമയത്ത് പോലും ആ ഒരു കൂടെ നിൽക്കുന്ന സ്റ്റാഫല്ലേ, അവരെന്നെ പറ്റിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഒരാളെയും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യരുത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ആ ഒരു ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും, ഇപ്പം എത്ര നാൾ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിലും, ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് ഈ ഒരു ഇഷ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ 69 ലക്ഷം രൂപയുടെ ഒരു ഷോർട്ടേജ് വരുന്ന സമയത്ത് ഇത്രയും സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇത് സോൾഡ് ഔട്ട് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ക്വസ്റ്റ്യൻ വരില്ലേ, എനിക്ക് പ്രൊഡക്റ്റ് തീരുന്നുണ്ട്, എന്തുകൊണ്ട് അത്രയും പൈസ എനിക്ക് കിട്ടുന്നില്ല എന്നൊരു ആ ഒരു ഡൗട്ട് ദിയയ്ക്ക് വന്നിട്ടില്ല. അത് ഓഡിറ്റ് ചെയ്ത സമയത്താണ് അത് റിയലൈസ് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും കെയർലെസ് ആയിട്ടാണോ ആ ഒരു അത്രയും ഒബൈ ഓസി എന്ന് പറയുന്ന അത്രയും വലിയ ഒരു സംരംഭത്തെ കാണുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസിങ് ആണ് ആക്ച്വലി. അത് കൃഷ്ണകുമാർ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റിയ ഒരു പാളിച്ചയാണ് എന്ന്. വിളിക്കുന്നു, അവർ കിടന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് പൈസ ഞങ്ങൾ എടുത്തു, തിരിച്ചു തരാം. അങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞ് ഇവർ ഫ്ലാറ്റിലോട്ട് വരുന്നു. ഫ്ലാറ്റിൽ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ചെറിയൊരു സംഖ്യയായിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇവർ അപ്പോഴാണ് എന്നെ അറിയിക്കുന്നത്. ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അസോസിയേഷൻ ആൾക്കാർ പറയും, ഇത്തരം പേര് കൂടി നിൽക്കുന്ന ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ച് എവിടെ പോകും? ഞാൻ നമ്മുടെ ഓഫീസ്, ഇതാണ് ഓഫീസ്, എൻ്റെ ഓഫീസ്. അവരിവിടെ വരുന്നു. അവരുടെ ഭർത്താക്കന്മാർ 2 പേരുണ്ട്, 3 കുട്ടികളാണെങ്കിൽ അവർ 2 പേര് കല്യാണം കഴിഞ്ഞവരാണ്. അവരിവിടെ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇവർ പറഞ്ഞ് ഞങ്ങൾ കുറേ പൈസ തരാം. അങ്ങനെ ഇവർ പുറത്ത് പോകുന്നു. പുറത്ത് പോയി ഒരു 3 മണിക്കൂർ കൊണ്ട് 8,83,000 രൂപ 82,000 രൂപ അവർ കൊണ്ടുവന്ന് ഇവിടെ തരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ നമ്മൾ കണക്കെല്ലാം എടുത്ത് നോക്കി, 69 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 69 ലക്ഷം രൂപ ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, ഞാൻ തരാം, അപ്പോൾ ഒരു ചെക്ക് തരാം എല്ലാം പറഞ്ഞ് ഇവിടെ നിന്ന് ഇവർ പോകുന്നു. പോയി കഴിഞ്ഞ് ഇവർ രാത്രി വിളിച്ച് ഇവിടെ ഒന്ന് തൊട്ടടുത്ത ദിവസം രാത്രി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഇങ്ങനെ കേസിൽ നിങ്ങൾ പിന്മാറണം മറ്റേ. അപ്പം നമ്മൾ കേസ് കൊടുത്തിട്ടില്ലല്ലോ, അല്ല പരാതിയെ ഇവിടെ തരാൻ പാടില്ല, മറ്റാണ് ഇൻസ്റ്റയിൽ അതിടാൻ പാടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അത്ര സുഖമല്ല. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്ക് പിടികിട്ടി പൈസ പോയിരിക്കുന്നത്. പുള്ളി ആ കേസ് അങ്ങോട്ട് വിട്ടു മ്യൂസിയത്തേക്ക്. അടുത്ത ദിവസം തന്നെ അവർ കൊണ്ടുവന്ന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്നു. അവരെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി, ഏതോ അജ്ഞാത സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചു. അപ്പോൾ പോലീസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ പോയി മൊഴി. എന്തായാലും ഇവരുടെ ഈ ഒരു കള്ളത്തരം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് തെളിവൊന്നുമില്ല. ഇവരുടെ ഭാഗത്ത് യാതൊരുവിധ ന്യായവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ് അങ്ങ് ഫയൽ ചെയ്തു. അടിപൊളി ടീംസ് എന്തായാലും. പിന്നെ ദിയ പറയുന്നുണ്ട്, ഇവർ ഷോപ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള ഇത് ബബിൾ റാപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ചാലയ മാർക്കറ്റിന്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ചാല എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ആ ഹോൾസെയിലൊക്കെ ആയിട്ട് നമ്മുടെ എറണാകുളത്തെ ബ്രോഡ്വേ ഒക്കെ പോലെ തന്നെ ഒരു മാർക്കറ്റാണ്. അപ്പം അവിടെ ഈ പർച്ചേസിങ്ങിന് ഇവരുടെ ഈ സ്കാം ചെയ്ത സ്ത്രീകളിൽ ഒരാൾ പോകുന്ന സമയത്ത് ഫിനാൻഷ്യലി കുറച്ച് വ്യത്യാസങ്ങളും വേരിയേഷൻസും ഒക്കെ വരുന്ന സമയത്ത് ദിയ വിചാരിച്ചു, ഓക്കെ അത് ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തതായിരിക്കും, അത് പോട്ടെ എന്ന് വിചാരിച്ചിരുന്ന വ്യക്തി അത് വിട്ടു. അത് വിട്ട് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഈ ഒരു സ്കാമിലേക്ക് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് റീസൺ എന്ന് പറയുന്നത് ഇഷാനിയുടെ ഫ്രണ്ട് ദിയാനെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നതാണെന്ന് ദിയ പറയുന്നുണ്ട്.
മെയ് 29 ഞാൻ നമ്മുടെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇരുന്നൊരു സമയത്ത് ഈ ഷാലിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു കോൾ വരുന്നു. വിളിച്ചിട്ട് വെറുതെ ആ കുട്ടി ചോദിച്ചു, ഇതുപോലെ ഇന്നൊരു കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ കൊടുത്തു, അപ്പോൾ അത് OC കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര മണിക്ക് കൊടുത്തതാണ്. പറഞ്ഞു ഇന്ന സമയം. ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടില്ല, എനിക്ക് ആരും കൂടെ തന്നിട്ടില്ല. അപ്പോൾ അത് പർട്ടിക്കുലർലി ഈ കൊടുത്ത കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ വെച്ചു. പിന്നീട് വിളിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫോൺ ബിസിയാണ്. ബാക്കി സ്റ്റാഫുകളെ വിളിക്കാൻ നോക്കുമ്പോൾ അവരുടെ ഫോൺ ബിസിയാണ്. അപ്പോൾ എനിക്ക് പിടികിട്ടി ഇവർ തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, കോൾ എടുത്തേ പറ്റൂ, ബിക്കോസ് എനിക്കൊരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി കോൾ എടുക്കുന്നു, ഇതുപോലെ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് ചെറിയൊരു എമൗണ്ടാണ്, 2000 രൂപ ഞാൻ എടുത്തുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ആ കുട്ടിയെ ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോൾ സമ്മതിച്ചു പലപ്പോഴായിട്ട് പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര കണക്കെന്ന് ചോദിച്ചപ്പോൾ കണക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ, പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പോൾ തൊട്ട് എടുത്ത് തുടങ്ങി അതും അറിയില്ല എന്ന് പറഞ്ഞു. 3 കുട്ടികളെയും മാറ്റി നമ്മൾ ചോദിച്ചപ്പോൾ 3 പേരും പറഞ്ഞു അറിയില്ല, എപ്പോൾ തൊട്ട് എടുത്തു എന്നറിയില്ല, കണക്ക് എത്രയെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഈ രാവിലെ അവരവിടെ പൈസയും കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ വരുന്നു, എൻ്റെ ഫാമിലി അവിടെ വരുന്നു. അവരൊരു കോമ്പൻസേഷൻ റെഡിയായി എന്ന് പറഞ്ഞാൽ വന്നത്. ബിക്കോസ് ഞാനൊരു സ്റ്റോറിയോ യൂട്യൂബ് വീഡിയോ വല്ലോ എയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സ്പോയിൽ ആകും എന്ന് പറഞ്ഞ പേരിലാണ് അവരവിടെ വന്നിരുന്നത്. ഈ സ്കാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ ഇമേജിനെ നന്നായിട്ട് ബാധിക്കും എന്നുള്ള പേടി അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ തന്നെയാണ് അവർ പേടിച്ച് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഇതിങ്ങനെ ഇടരുത്, ഈ ഞങ്ങൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ ബിസിനസ് വേണം. കാര്യം അത് പൊട്ടിപ്പോയാൽ നമുക്ക് മാത്രമാണ് നഷ്ടം, നമ്മുടെ സ്റ്റാഫിന് യാതൊരുവിധ നഷ്ടവുമില്ല. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവർ ഒന്നുകിൽ QR കോഡ് കാണിക്കില്ല, അല്ലെങ്കിൽ പറയും QR കോഡ് കേടായി, ഞങ്ങളുടെ വേറെ QR കോഡ് അവർ വാങ്ങിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് OCയുടെ പേരല്ലല്ലോ, ദിയുടെ പേരല്ലല്ലോ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരല്ല. അപ്പോൾ പറഞ്ഞു ആ സ്ഥാപനത്തിൻ്റെ പേരല്ല, ഇത് അക്കൗണ്ടിൻ്റെ പേരെന്ന് എന്തൊക്കെ പറഞ്ഞു ഇവർ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നു, വെളിയിൽ പോയി വാങ്ങിക്കുന്നു, CCTV വരാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ കുട്ടികളാണ് ചെയ്യുന്നത്. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവരുടെ QR കോഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പോലും ദിയയ്ക്ക് യാതൊരുവിധ ഡൗട്ടും ഉണ്ടായില്ല. കാരണം നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക്, നമ്മൾ കടയിലോട്ട് കയറ്റുന്ന സ്റ്റോക്കിന് അതനുസരിച്ചിട്ട് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യത്തില്ലേ. ഇപ്പം നമ്മൾ എത്ര സ്റ്റോക്ക് കയറ്റുമോ അതിന് ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ, കാരണം നമ്മളാണല്ലോ വില നിശ്ചയിക്കുന്നത്. അതുപോലും ദിയ ക്രോസ് ചെക്ക് ചെയ്തില്ല, അത്രയ്ക്കും കെയർലെസ് ആയിരുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് GSTയും കാര്യങ്ങളും ടാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടാക്സ് ഒക്കെ ഇവരല്ലേ അടയ്ക്കേണ്ടത്. ആ ടാക്സ് ഇത്രയും പ്രോഫിറ്റ് ഇവർ കൊടുത്തു, ഈ പിള്ളേർ ഈ പൈസ സ്കാം ചെയ്യുന്ന സമയത്ത് ഇത് ടാക്സ് ഇവരെങ്ങനെ അടച്ചു? ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴായിരിക്കാം മേ ബി ഇപ്പോൾ ഒരു ഓഡിറ്റർ വന്നിട്ട് ഇത് ചെയ്തപ്പോൾ ഈ സ്കാം കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര വലിയൊരു സ്കാമാണ് നടന്നേക്കുന്നത്. ഭയങ്കര കെയർലെസ് ആയിട്ട് ഡീൽ ചെയ്തത് കൊണ്ടാണ് ഇത് വന്നതെന്നാണ് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. ഒരു കൗണ്ടർ കേസ് കൊടുത്തു അവർ തെറ്റ് ചെയ്തവർ. എന്നാൽ സ്റ്റേഷനിൽ കുറ്റം ചെയ്തതിൻ്റെയും കുറ്റം സമ്മതിച്ചതിൻ്റെയും വീഡിയോ ഇരിക്കുക. എന്നിട്ട് കൗണ്ടർ കേസ് കൊടുത്തിട്ട് നമുക്കെതിരെ, അതായത് പണം പോയവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിയം CI ആണ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ നമുക്കും അറിയില്ല. പറഞ്ഞു വരുമ്പോഴത്തേക്ക് വാദി പ്രതിയാവുന്ന രീതിക്കത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേസ് കൊടുത്ത് പൈസ നഷ്ടപ്പെട്ട ആൾ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അയാൾക്കെതിരെ തട്ടിക്കൊണ്ടു പോകലാന്നും പറഞ്ഞിട്ട് എൻകൗണ്ടർ കേസ് വന്നേക്കാണ്. എന്താല്ലേ ഇവരാണ് ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ട്. കാരണം ഇതിനകത്ത് ഞങ്ങൾക്ക് ഇവർ കുറ്റം ചെയ്യുന്നതും കുറ്റം സമ്മതിക്കുന്നതിന്റെയും ഇലക്ട്രോണിക് വീഡിയോ ഞങ്ങളുടെ തെളിവിരിക്കുക. കാരണം ഈ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് അവർ സംസാരിക്കും, ഞങ്ങളുടെ QR കോഡ് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നില്ല, വേറെ QR കോഡ് എന്ന് പറഞ്ഞ് ഇവരുടെ ഫോൺ കാണിച്ച് അതിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ സഹിതം ഞങ്ങളുടെ ഇരിക്കുക. ഇതെല്ലാം പോലീസിൽ കൊടുത്തിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു തെളിവില്ല, അവരെ കെട്ടിയതോ കൊണ്ടുപോയെന്നോ ഒന്നുമില്ല. കാരണം അത്ര ട്രാൻസ്പെറന്റ് ഒരു വിഷയമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് ആരാണ് എന്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഇവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ട്, കാര്യം ഇവരുടെ പിന്നിൽ ഒരാളുണ്ട്. കാര്യം ഇത്രയും തെളിവുകൾ നിരത്തി ഇവർ മുന്നോട്ട് വന്ന സമയത്ത് അവര് ആ തെളിവ് നിരത്തുന്നതിന് പകരം ഇവർക്കെതിരെ ഒരു കേസുമായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പം വെറുതെ നിൽക്കുന്ന 3 കുട്ടികൾക്ക് ഇത്രയും ഇതായിട്ട് ഇവർക്കെതിരെ തട്ടിക്കൊണ്ടു പോകുന്ന കേസൊക്കെ കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ടാവുമോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. അത് നമുക്ക് പൊതുവെ തോന്നുന്ന ഒരു ഡൗട്ടാണ്. കാര്യം ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തായാലും വഴിയെ നമുക്കറിയാം. അവര് ദിയ കൃഷ്ണയ്ക്ക് അവരുടെ മേലുള്ള ആ ഒരു ട്രസ്റ്റിനെ നല്ല രീതിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു 9 മാസം. അത് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയാണ് ഇത് സ്കാം ചെയ്തത് എന്നുള്ള രീതിക്ക് ദിയ കൃഷ്ണ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ QR കോഡ് വഴി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു റീൽ ഷെയർ ചെയ്തു. അതെ അത് കാര്യം അങ്ങനെയെങ്കിലും കുറച്ച് പേര് നമ്മുടെ ഒന്ന് പറയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു 5 പേര് വന്ന് പറയുന്നു വിചാരിച്ചു, പക്ഷെ ഒരു 100ഓളം പേര് വന്ന് പറഞ്ഞു. റീൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിയക്ക് അറിയാമായിരുന്നു ഇവർ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം ദിയക്ക് അറിയാമായിരുന്നു? ഇല്ല ആ സ്റ്റോറി ഞാൻ ഇട്ട സമയത്ത് ഇവർ ഇങ്ങനെ ഇത്ര എടുത്തിട്ടുണ്ടാവുന്നത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആരും എനിക്ക് മെസ്സേജ് അയക്കരുതെന്ന്. ഞാൻ വിചാരിച്ചാണ് ഞാൻ ഇട്ടത്. പക്ഷേ അത് ഇട്ടപ്പോൾ മുതലായിരുന്നു ഇവർ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി അതൊന്ന് ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞ് പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ടല്ലോ, നിങ്ങൾ ഇഫ് യു ഹാവ് ഡൺ റോങ് യു ഹാവ് ടു ബി സ്കെയർഡ്, ബട്ട് ഇഫ് യു ആർ എ ഗുഡ് പേഴ്സൺ
പേടിക്കണ്ടല്ലോ, ആ സ്റ്റോറി ഇന്ന് അവിടെ കിടക്കും, നാളെ ഡിലീറ്റ് ആവും, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഒന്ന് ഡിലീറ്റ് ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞു ഇന്നതാ ഈ ആളുടെ അക്കൗണ്ടിലോട്ട്, അതും പെർട്ടിക്കുലർലി ഒരാളുടെ പേര് തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്രയും കണ്ടത് ദിയയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണി ഒക്കെ ആയ സമയത്ത് ഒരു 3 പേര്, ആ 3 പേര് വന്ന് നിന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഡ്രാമ കളിക്കുന്നുണ്ട്. ആ വീഡിയോസ് ഞാൻ വെക്കാം. അതൊരു ഗോഡൌൺ പോലത്തെ സ്ഥലം. നമ്മളിപ്പോൾ ഒരു ആത്മഹത്യ, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേക്കാൾ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം. നമ്മൾ അവിടെ സ്റ്റോക്കുകൾ മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്കകത്ത് പോകണം, നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം, പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മുകളിലാണ്, അത്രയും ഞങ്ങൾ അത് എടുത്ത് കയറ്റണം. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ്. ഈ 3 പേരില്ലേ, ഈ 3 പേരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ ഉടായ്പകളാണ്. കാര്യം ആ കണ്ണാടി വെച്ചവളെ സൂക്ഷിച്ചാൽ മതി, അവളാണ് മാസ്റ്റർ മൈൻഡ്. കാര്യം വേറെ ബാക്കിയുള്ളവന്മാരെ ആരെയും ഇവള് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. കാര്യം അവര് സംസാരിച്ചാൽ കയ്യിൽ നിന്ന് പോവും. ഈ പുള്ളിക്കാരിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, എനിക്ക് തോന്നുന്നത് അതാണ്. പിന്നെ ഇവര് പറയുന്നുണ്ടല്ലോ 11 മണിക്കുള്ളിൽ കയറിയിട്ട് 4 മണിക്ക് ഇറങ്ങാമായിരുന്നു, പിന്നെ അത് 5 ആയി, പിന്നെ അത് 7 ആയി. സീരിയസ്ലി 11 മണി തൊട്ടിട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വയ്യേ? വയ്യെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് പോകണം. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അറിവ് ശരിയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലായിടത്തും ഒരു 8 അവേഴ്സ് അല്ലെങ്കിൽ ഒരു മിനിമം 8 അവേഴ്സ് അല്ലെങ്കിൽ 10 അവേഴ്സ് അവർ വർക്കിംഗ് അവർ എടുക്കും. അതായത് 10 to 6 വരെ ആൾക്കാരെ വെക്കാറുണ്ട് ഷോപ്സിൽ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലക്കല്ലേ, 11 മണിക്ക് കയറി കഴിഞ്ഞാൽ 4 മണിക്ക് ഇറങ്ങാം, 11 മണിക്ക് കയറി 5 മണിക്ക് ഇറങ്ങാം. അതിച്ചിരി ക്രൗഡ് കൂടുന്ന സമയത്തായിരിക്കും 11 to 7 വെച്ചേക്കുന്നത്. അതും പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോണം. പിന്നെ പണിക്ക് നിർത്തിയേക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കത് പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ അപ്പോൾ അവിടെ റിസൈൻ ചെയ്ത് പോകണം. കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTV വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ തിങ്ങി ഇരിക്കുന്നതിനൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ? അതവർ പറഞ്ഞത് ശരി, അത് ചേച്ചി ശ്രദ്ധിക്കാറില്ല. അതായത് ഇത്രയും കസ്റ്റമേഴ്സ് ഒരു ദിവസം ഒരു ടൈമിൽ വരുന്ന സമയത്ത് അത്രയും സെയിൽ നടക്കത്തില്ലേ എന്ന് ചേച്ചി ശ്രദ്ധിക്കത്തില്ലേ എന്ന് പറയുന്നത് അവർ ചോദിക്കുന്നത് ശരിയാ. അപ്പം ആ ഒരു സംഭവം ശരിയാണ്, ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വായിന്ന് വേറൊരു വർത്തമാനം വരുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ അതൊക്കെ നിങ്ങളെ ഞാൻ കൊല്ലും, എൻ്റെ അച്ഛൻ ആരെന്ന് അറിയാലോ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ദിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കേസ് പിൻവലിക്കാണ്ട്. ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം. കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പോൾ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛൻ ആരെന്ന് നിനക്ക് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണം. അച്ഛൻ എൻ്റെ നമ്പർ വിളിച്ചിട്ട് നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ, ആ വോയിസ് കേട്ടാൽ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നത്. നീയൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്നൊരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾ പൈസ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു 8,82,000 രൂപ അവർക്ക് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം? നിങ്ങൾ എടുക്കാത്ത പൈസ എന്തിനാടേ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്? നിങ്ങൾക്ക് തന്ന സാലറിയാണോ നിങ്ങൾ തിരിച്ചു കൊടുത്തത്? അപ്പോഴേ കയ്യിൽ നിന്ന് പോയി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ച സാധനം പൊളിഞ്ഞേ. അതിൻ്റെ ഇടയ്ക്ക് കൂടി പൊളിറ്റിക്സ് കുത്തിക്കേറ്റുന്നത് അവർക്ക് നല്ല വൃത്തിക്കറിയാം. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഇതാണ്, അത് കേരളത്തിൽ അത്ര ഹോൾഡ് ഇല്ലാത്തതും അതുകൊണ്ടൊരു ഹെയ്റ്റ് അവർക്ക് ഉണ്ടെന്നും. അപ്പൊ അത് ഇതിനകത്ത് തിരികെ കയറ്റാൻ നോക്കുന്നു. സൂപ്പർ ഐഡിയ. ആരായാലും ഇതിന്റെ മാസ്റ്റർ മൈൻഡ് പൊളിയാ. കൃഷ്ണകുമാറിന്റെ അടുത്ത് ഈ പെണ്ണിന്റെ ഹസ്ബൻഡ് വിളിച്ച് സംസാരിച്ച സമയത്ത് ഇയാൾ റൂഡായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് കൃഷ്ണകുമാർ തന്നെ ന്യൂസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ദിയയുടെ അടുത്ത് രാത്രി വിളിച്ച് മോശമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് ദിയയുടെ അച്ഛൻ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ ഇടപെട്ടത് എന്ന്. സാധാരണ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം വെച്ച് ചീത്ത വിളിക്കും. പിന്നെ നീ റെക്കോർഡ് ചെയ്തോളാന്നാ പറഞ്ഞേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളെ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഉമ്മയല്ല കൊടുക്കേണ്ടത്. എൻ്റെ മക്കളത്ത് എങ്ങനെ എൻ്റെ മക്കളെ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തി അതേ രീതിയിൽ പോകാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ശീലിച്ചിരിക്കും. പക്ഷെ പറഞ്ഞിരിക്കും നീ കളിക്കരുത്. രാത്രി 12-1 മണിക്കൊക്കെ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ കൊച്ചിന്റെ തന്ത എന്ന് കാത്തിരിക്കണോ? ഇത് കേട്ടോണ്ടിരിക്കണോ? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. എനിക്ക് എൻ്റെ കുടുംബത്തെ ഇഷ്ടമാണ്. മറ്റുള്ള ഏതെങ്കിലും വഴിയെ പോകുന്ന സ്ത്രീ ആക്രമിച്ചാൽ നമ്മൾ ഇടപെടും. പിന്നെയാണ് സ്വന്തം വീട്. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്നൊക്കെ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾക്ക് ഒരു മണി ചോറോ വല്ലതും താഴെ വീണാൽ ഞങ്ങൾ നല്ലപോലെ കിടന്ന് പറയും. പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ പിടിവള്ളിയും കയ്യിൽ നിന്ന് പോയിന്ന് കണ്ട സമയത്ത് ഉടനെ ജാതിയുടെ പേര് പറഞ്ഞിട്ട് വിക്ടിം കാർഡ് ഇറക്കാണ്. ഇവർക്ക് നന്നായിട്ട് ആരോ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്സും ജാതിയും കൂടി ഇതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിക്ക് ഹോൾഡ് കിട്ടും അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുമെന്ന്. പക്ഷെ ഇവര് ചിന്തിച്ചതിനകത്ത് തെറ്റുപറ്റിപ്പോയൊരു കാര്യമുണ്ട്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ തെളിവുകളും ദിയയുടെയും കൃഷ്ണകുമാറിന്റെ കയ്യിലുണ്ട് എന്ന്. അതുകൊണ്ട് ഇവിടെ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഫുഡ് താഴെ വീണ് കഴിഞ്ഞാൽ ആരായാലും കുറ്റം പറയും.
ഫുഡ് താഴെ വീണ് കഴിഞ്ഞാൽ ഒരു ഷോപ്പിനകത്ത് അത്രയും കസ്റ്റമേഴ്സ് വരുന്ന ഷോപ്പിനകത്ത് ഫുഡിൻ്റെ ഇത് വീണ് കഴിഞ്ഞാൽ ആ ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആരായാലും ചീത്ത പറയും. അത് ക്ലീൻ ചെയ്യേണ്ടത് അവിടുത്തെ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഇത് നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്യേണ്ടത്. അതിപ്പോൾ ദിയ പറഞ്ഞാൽ എന്താണ് തെറ്റ്? എന്തായാലും ആരോ നല്ല രീതിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവന്മാർ 3 പേരും ഭയങ്കര ഉഡായിപ്പുകളാണ്. അതിന് വഴിയെ തെളിയും. തെളിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് എങ്ങനെയാവുന്നതെന്നൊക്കെ നമുക്ക് കാണാം.